ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അതിഗംഭീരമായ ഒരു അപ്ഡേറ്റ് നമ്മുടെ സ്വന്തം ഗൗതം വാസുദേവ് മേനോനെ കുറിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ധ്രുവ നക്ഷത്രം ആ ഒരു സിനിമ 2023 ട്രെയിലർ വന്നതാണ്. ശരിക്കും ആ ട്രെയിലർ ഭയങ്കര ഗംഭീരമായിരുന്നു, അതിഗംഭീരമായ ഒരു ട്രെയിലറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൽ നമ്മുടെ സ്വന്തം വിനായകനുണ്ട്. അവർക്ക് തന്നെ ഭയങ്കര ഗംഭീരമുണ്ട്. വിനായകൻ്റെ ഒക്കെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ലുക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണാൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ലുക്ക് പല നമ്മുടെ സ്വന്തം അമൽ നീതിൻ്റെ സിനിമയിലുണ്ടെങ്കിലും, പക്ഷേ അതൊരു ഫോറിൻ പോയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലുക്ക് ഉണ്ടല്ലോ, അത് വരുന്നത് ചിലപ്പോൾ ഇതിലായിരിക്കും. അപ്പോൾ ഗംഭീരമായൊരു സിനിമയാണെന്നുള്ളത് ആ ട്രെയിലർ കാണുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ സിനിമയുടെ മേക്കിംഗ് ആയിക്കോട്ടെ, ബാക്കി എന്തെങ്കിലും അതിഗംഭീരമായിരിക്കും. കാരണം അതിൻ്റെ ഗൗതം വാസുദേവൻ്റെ ഒരു സിനിമാറ്റിക് ഒരു ക്രിയേഷൻസ് പറഞ്ഞാൽ നമുക്കൊരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. അതിപ്പോൾ നമ്മുടെ കമൽഹാസനെ വെച്ചിട്ട് ചെയ്തിട്ടൊരു സിനിമയാണെങ്കിലും, വേട്ടയിൽ വിളികളാണെങ്കിലും എല്ലാം തന്നെ ഒരു നമുക്കൊരിക്കലും പരിചിതമായിട്ടുള്ളൊരു സ്ക്രീൻസ് ആയിരിക്കില്ല അദ്ദേഹം വിഷ്വലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിലെന്തൊരു പ്ലോട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ കഥ പറയുന്നത്. അപ്പോൾ ഇതിലൊരു ഇദ്ദേഹം ഒരു സ്പൈയോ അങ്ങനെ ഒരു ഏജൻ്റൊക്കെ ബേസ് പോലെയാണെന്നാണ് എൻ്റെ ഒരു ഊഹം. എനിക്കിതിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല. പക്ഷേ എന്നിരുന്നാലും പടത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വരുന്നത് ഗംഭീരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് പറയുന്നത് നമ്മുടെ സ്വന്തം തലപതി വിജയ് നമ്മുടെ സ്വന്തം ഗൗതം വാസുദേവനെ സഹായിച്ചു. ഇതിൻ്റെ കുറച്ച് കടവൊക്കെ തീർക്കാൻ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ധ്രുവ നക്ഷത്രമായിട്ടും ബന്ധപ്പെട്ട സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ സെൻസറിങ് ഇപ്പോൾ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു അപ്ഡേറ്റ് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഈ പടം എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് വരും. കഴിഞ്ഞ 10 വർഷമൊക്കെ കഴിഞ്ഞ സിനിമകളൊക്കെ ഇപ്പോൾ റിലീസായിട്ട് വൻ ഹിറ്റ് അടിച്ച് പോയ ഒരു ചരിത്രം ഇപ്പം ഉണ്ട് തമിഴ് സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടും കുറേ കാലം കാത്തിരിക്കാതെ ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വർഷം തന്നെ ഈ സിനിമ വരികയാണെങ്കിൽ അത് മനോഹരമായൊരു വസന്തമായിരിക്കും. കാരണം എനിക്ക് അധികം പറയാനുള്ളതും, കാരണം അത് ആ ഒരു സിനിമാറ്റിക്കിൻ്റെ ഒരു ക്രിയേഷൻ ആ ഒരു ട്രെയിലർ കാണുമ്പോൾ അറിയാൻ പറ്റും. ഭയങ്കര ഹൈ ക്വാളിറ്റി വരുന്ന സാധനമാണ്. കാരണം ഗൗതം പറഞ്ഞ ഒരു ലവ് സിനിമ എടുത്താലും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ ലെവൽ സിനിമ എടുക്കുകയാണെങ്കിൽ അത് വേറെ രീതിയിലേക്കും അതിന് പല സിനിമകളിലും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അതായത് ഇവിടെ വിജയ് എന്ന വ്യക്തി, കാരണം ലിയോ എന്ന ആ ഒരു സിനിമയിലേക്ക് വന്നുകൊണ്ട് ലിയോയിലൂടെ ഇദ്ദേഹത്തിന് ചിലപ്പോൾ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല വിജയിൻ്റെ ഏറ്റവും നല്ലൊരു നൻപൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ നൻപൻ എന്ന് പറയുന്നത് നമ്മുടെ വിക്രമൻ കൂടിയാണ്. ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വേദിയിൽ പോലും ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കേണ്ടത്. അപ്പോൾ അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പിൻസീറ്റ് പോയിരുന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് വളരെ ക്യാഷ്വലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. വിജയ്ക്കൊക്കെ പറയുമ്പോൾ ഒരു 200 കോടി എന്ന് പറഞ്ഞാൽ ടേറ്റ് ചെയ്യുന്ന പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ 200 കോടി ധ്രുവ നക്ഷത്രത്തിന് വരില്ല, ചെറിയ എമൗണ്ട് ആയിരിക്കും. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ചെയ്ത് പറയുന്നത് തന്നെ വലിയ ഗംഭീരമായിട്ടുള്ളൊരു സംഭവമാണ്. അദ്ദേഹം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന ബേസിലായിരിക്കും ചിലപ്പോൾ ഉണ്ടായി ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും നന്നായി. എന്നാലും സിനിമ ഇനി വരട്ടെ. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പം കൂടി ആകുമ്പോൾ സിനിമ ഒന്നുകൂടി ബെറ്റർ ആവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഇപ്പോൾ പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാനും പറ്റുന്ന രീതിയിലല്ല. അപ്പോൾ എന്ത് വന്നാലും ഈ സിനിമ വരട്ടെ, വന്ന് നമ്മളൊക്കെ ആശ്ചര്യപ്പെടുത്തട്ടെ. എന്നാലും ലിയോയിലൂടെ അദ്ദേഹത്തിന് പുതിയൊരു വസന്തം ഉണ്ടായെന്ന് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് ഈ സിനിമ വരാൻ വഴിമുട്ടുന്ന ഈ സിനിമയെ അദ്ദേഹം ഒരു കൈത്താങ്ങായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലപ്പോൾ ആ സിനിമയുടെ ക്വാളിറ്റി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും. എന്തായാലും നല്ല ഒരു ഫ്രണ്ടായിട്ട് കൂടി അങ്ങനെയും പറയാം. എന്തായാലും ധ്രുവ നക്ഷത്രം വരട്ടെ. നമ്മൾ കോരിത്തെരിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ വിക്രമിൻ്റെ ഒരു അൾട്ടിമേറ്റ് സിനിമയായിട്ട് മാറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, എന്തായാലും ഇനി ഒരു പുതിയൊരു അപ്ഡേറ്റുമായി എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കും. ഓക്കെ, ബൈ, സീ യു.